ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഹെയർ ബാൻഡ്, ഗ്രീൻ ലീഫ്, ബഞ്ച് ഫ്ലവേഴ്സിൻ്റെ കമ്പി ഭാഗം കട്ട് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ്, പിന്നെ ചോക്ക്, ഗമ്മ്. ചോക്ക് കൊണ്ട് നമ്മൾ രണ്ട് എൻഡും മാർക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം ഗം ഉപയോഗിച്ച് നമ്മൾ ഗ്രീൻ ലീഫ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഗ്രീൻ ലീഫ് ഒരേ ലെവലിലാണ്, ഒരേ സൈഡിലേക്കാണ് നമ്മുടെ ലീഫ് പോണത്. അപ്പോൾ ഞാനൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രീൻ ലീഫ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഹെയർ ബാൻഡ് മേലും ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാം, അല്ലെങ്കിൽ ലീഫുമ്പോൾ നമുക്ക് ഗം പൊട്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതാകുമ്പോൾ ഹെയർ ബാൻഡുമ്മ കൂടുതലാവില്ല, ആ സ്പേസിൽ മാത്രമേ ഗമ്മാവുള്ളൂ. ഓക്കെ, ശേഷം നമ്മൾ രണ്ട് സൈഡിലും ലീഫിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നു. ഫുള്ളായി നമ്മൾ ഒട്ടിച്ചതിന് ശേഷം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഫോം ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, അങ്ങനെ ഓരോ ലെവലിലും കറക്റ്റായിട്ട് നമ്മൾ രണ്ട് കളറിലുള്ള ഫോം ഫ്ലവർ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഹെയർ ബാൻഡ് റെഡി. നമ്മൾ കഴിഞ്ഞ ദിവസം ലൈറ്റർ വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ ആ കമ്പനിൻ്റെയും കൂടെ ലൈറ്റർ വെച്ച് ചെയ്യുന്നത് ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിനടുത്തായി നമ്മൾ ഹെയർ കോമ്പാണ് സെറ്റ് ചെയ്യുന്നത്. അതിലും ഈ ലീഫിൻ്റെ ഡയറക്ഷൻ നോക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ ലീഫിന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫോം ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കണം. ഈ ഹെയർ ബാൻഡിൻ്റെ ആയാലും ഹെയർ കോമ്പിൻ്റെ ആയാലും ഫോം ഫ്ലവറിൽ ഒരു നെറ്റ് പീസും കൂടി ഉണ്ട്. അപ്പോൾ നെറ്റ് പീസ് നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വെട്ടി കൊടുക്കണം. ആ വെട്ടി കൊടുക്കുന്ന ഭാഗം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ട്. ആ വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവറും ലീഫും കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ കാണാൻ സാധിക്കും. അതിൽ ഫോം ഫ്ലവർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു, രണ്ട് കളർ ഒട്ടിച്ചു കൊടുത്തു. താങ്ക് യു.